പ്രേക്ഷകർക്കായി അട്ടപ്പാടി മധു വധക്കേസില് മണ്ണാർക്കാട് SC/ST പ്രത്യേക കോടതി നാളെ വിധി പറയുമെന്നുള്ളതാണ്. 16 പ്രതികളുള്ള കേസിൽ മുഴുവൻ പ്രതികൾക്കും ശിക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് മധുവിന്റെ കുടുംബം. അട്ടപ്പാടിയിൽ ആൾക്കൂട്ടമർദ്ദനത്തിനിരയായി ആദിവാസി യുവാവ് മധു കൊല്ലപ്പെട്ട കേസിൽ മണ്ണാർക്കാട് SC/ST കോടതിയാണ് വിധി പറയുന്നത്. സംഭവം നടന്ന് 4 വർഷങ്ങൾക്ക് ശേഷം വിധി പറയുമ്പോൾ നീതി പുലരുമെന്ന പ്രതീക്ഷയിലാണ് മധുവിന്റെ കുടുംബം. 2018 ഫെബ്രുവരി 22-നാണ് മധു കൊല്ലപ്പെടുന്നത്. പ്രതികളെല്ലാം മധുവിന്റെ നാട്ടുകാർ തന്നെ. അതിൽ രാഷ്ട്രീയ സ്വാധീനമുള്ളവരും പണക്കാരുമുണ്ട്. അതിനാൽ ഒട്ടേറെ ഭീഷണികളും സമ്മർദ്ദങ്ങളും മധുവിന്റെ കുടുംബത്തിന് നേരിടേണ്ടി വന്നു. ശിക്ഷ കിട്ടുമെന്ന് തന്നെ എൻ്റെ പോരാട്ട കിട്ടിയിരിക്കണം, അത്രേ ഉള്ളൂ. ഏറെ സംഭവബഹുലമായിരുന്നു കേസിന്റെ വിചാരണക്കാലം. 2022 ഏപ്രിൽ 28-നാണ് സാക്ഷി വിസ്താരം തുടങ്ങിയത്. എന്നാൽ സാക്ഷികൾ നിരന്തരം കൂറുമാറി തുടങ്ങിയതോടെ മധുവിന്റെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചു. വിസ്താരം നിർത്തിവെക്കാൻ നിർദ്ദേശിച്ച ഹൈക്കോടതി സാക്ഷികൾക്ക് പോലീസ് സംരക്ഷണം നൽകണമെന്നും ആവശ്യപ്പെട്ടു. 2022 ജൂലൈ 18-നാണ് വിസ്താരം പുനരാരംഭിക്കുന്നത്. പരമാവധി അവർക്ക് ശിക്ഷ കിട്ടണം തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം എൻ്റെ മധുവിന് നീതി കിട്ടണം. അവൻ അനുഭവിച്ച വേദന എൻ്റെ മനസ്സിൽ നിന്ന് മാറില്ല. അതുപോലെ ഞങ്ങളും അവൻ മരിച്ചതിന് ശേഷം അനുഭവിച്ച വേദനകളും മാറില്ല. പ്രോസിക്യൂഷൻ 103 സാക്ഷികളെ വിസ്തരിച്ചു. 24 പേർ കൂറുമാറിയ ഒരാൾ പിന്നീട് കോടതിയിൽ പ്രോസിക്യൂഷന് അനുകൂലമായി മൊഴി നൽകിയത് നിർണായകമായി. മാർച്ച് 10-നാണ് കേസിൽ അന്തിമവാദം പൂർത്തിയായത്. അട്ടപ്പാടി മധു കേസിൽ കഴിഞ്ഞ 4 വർഷമായി നീതിക്കായുള്ള കാത്തിരിപ്പിലാണ് മധുവിന്റെ കുടുംബം. നാളെ കോടതി വിധി പറയാനൊരുങ്ങുമ്പോൾ നീതി കിട്ടുമെന്ന പ്രതീക്ഷയാണ് ഇവർക്ക്. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. എന്തായാലും പ്രസാദ് സൂചിപ്പിച്ച പോലെ 4 വർഷമായിട്ട് മധുവിന്റെ കുടുംബം നീതിക്കായി കാത്തിരിക്കുകയാണ്. സ്വാഭാവികമായും നാളെ വിധി പറയുമ്പോൾ അത്തരത്തിലൊരു നീതി ആ കുടുംബത്തിന് ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാമല്ലേ. എന്തായാലും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് രാജേഷ് M. മേനോന്റെ പ്രതികരണവും ലഭ്യമായിട്ടുണ്ട്. എല്ലാ സാക്ഷികൾക്കും എല്ലാ പ്രതികൾക്കും ശിക്ഷ ലഭിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. സാക്ഷികളുടെ കൂറുമാറ്റം ഉൾപ്പെടെയുള്ള വെല്ലുവിളികൾ നേരിട്ടെങ്കിലും അതെല്ലാം കോടതിയെ ബോധിപ്പിക്കാൻ കഴിഞ്ഞുവെന്ന ആത്മവിശ്വാസമുണ്ടെന്നും അദ്ദേഹം ന്യൂസ് 18നോട് പറഞ്ഞു. മധു കേസിൽ വിധിക്കായുള്ള കാത്തിരിപ്പാണ്. ഈ കേസിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായ അഡ്വക്കേറ്റ് രാജേഷ് M. മേനോൻ നമ്മളോടൊപ്പം ചേരുന്നു. ഇനി വിധിയാണുള്ളത്. നമ്മുടെ ഒരു പ്രതീക്ഷകൾ എന്തെല്ലാമാണ്? തീർച്ചയായിട്ടും പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് ഒരു നല്ല റിസൾട്ട് കേസിന് ഉണ്ടാവുമെന്നുള്ളത് തന്നെയാണ് പ്രോസിക്യൂഷന് ഇപ്പോൾ ആത്മവിശ്വാസമുള്ളത്. കാരണം ഉണ്ടായിരുന്ന തുടക്കത്തിലൊക്കെ ധാരാളം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാനുണ്ടാവുന്ന ഒരു കേസാണിത്. ഒരുപാട് നിയമപ്രശ്നങ്ങളും ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഓരോ വഴികളിലും നമ്മൾ മറുപടി പറയേണ്ടി വന്നിട്ടുണ്ട്. അത് ഏറെക്കുറെ നല്ല രീതിയിൽ തന്നെ മറുപടി പറയാനും പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയ നിയമപ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താനും ഒക്കെ ഈ കേസിൽ കഴിഞ്ഞിട്ടുണ്ട്. അത് നല്ല രീതിയിൽ കേസിന് നന്നായി തന്നെ വരുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് പ്രോസിക്യൂഷനുള്ളത്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഘട്ടത്തിൽ ഇപ്പം 2022 ഏപ്രിൽ 28-നാണ് ആദ്യത്തെ സാക്ഷി വിസ്താരം തുടങ്ങുന്നത്. പിന്നീട് ഉള്ള സാക്ഷി അവരുടെ കുടുംബമായ ചന്ദ്രൻ എന്ന് പറയുന്ന ആൾ കൂറുമാറുന്നു. ഹൈക്കോടതി വിസ്താരം നിർത്തിവെക്കാൻ പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നൊരു കൂറുമാറ്റമാണ് കണ്ടത്. ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നൊരു വെല്ലുവിളി എന്ന് പറയുന്നത് പിന്നീട് എങ്ങനെയായിരുന്നു ഈ ഒരു ഇതിനെ തരണം ചെയ്യുകയും ചെയ്തത്? അല്ല, തീർച്ചയായിട്ടും അറിയാമല്ലോ, പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം സാക്ഷികളുടെ കൂറുമാറ്റം എപ്പോഴും കേസിനെ ദോഷകരമായി ബാധിക്കുന്നൊരു സംഭവമാണ്. അത് പിടിച്ചുകെട്ടുക ദുഷ്കരവുമാണ്. നിലവിലുള്ള നിയമവ്യവസ്ഥയിൽ ആ കൂറുമാറ്റങ്ങൾ പാടെ തടയുന്ന രീതിയിൽ ഒരു പ്രോസിക്യൂഷൻ നിലപാടെടുക്കുന്നത് വളരെ ദുഷ്കരമായൊരു സംഭവമാണ്. നമ്മളൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് തുടക്കത്തിൽ ചില സാക്ഷികൾ പോലും പ്രതിഭാഗത്തിൻ്റെ ഒപ്പം കോടതിയിലേക്ക് വരുന്ന കാഴ്ചകളൊക്കെ ചിലപ്പോൾ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങ് ഈ കേസിലെ 4ാമത്തെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. ഈ ചുമതല ഏൽക്കുന്ന സമയത്ത് ഇത് തന്നെയായിരുന്നു, അതായത് പ്രോസിക്യൂഷനൊപ്പമുള്ള സാക്ഷികളെ ഉറപ്പിച്ചു നിർത്തുക എന്നുള്ളത് തന്നെയായിരുന്നു ഇതിൽ ഏറ്റവും വലിയ ടാസ്ക് ആയിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നോ? അല്ല, കനത്ത വെല്ലുവിളി എപ്പോഴും സാക്ഷികൾ നമ്മൾ ഒരു സാക്ഷികളോടും കാണാത്ത കാര്യം കാണാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള പ്രോസിക്യൂഷൻ അല്ല ഇവിടെയുള്ളത്. കണ്ട കാര്യങ്ങൾ, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അത് പറയണമെന്ന് മാത്രമേ പ്രോസിക്യൂഷൻ എല്ലാ കാലത്തും ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അത് മാത്രമാണ് എല്ലാ സാക്ഷികളോടും പറഞ്ഞിട്ടുള്ളത്. അവർ കണ്ടിട്ടുള്ളതും അവർ നേരിട്ട് അറിയുന്നതുമായ കാര്യങ്ങൾ അത് പറയണം. അതിനാണ് സാക്ഷി. അത് പറയുന്നില്ലെങ്കിൽ അത് ശരിക്കും ജുഡീഷ്യൽ സിസ്റ്റത്തിനെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. സാക്ഷി കണ്ടത് പറയണം. അതുകൊണ്ടാണല്ലോ സാക്ഷി എന്ന് പറയുന്നത്. കണ്ടത് പറയാനുള്ള ആളാണ്.
പക്ഷെ അയാളത് പറയില്ല. അതാണ് അയാളുടെ പ്രഥമമായ ആ ഡ്യൂട്ടി അയാൾ ചെയ്യില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ പുറകിൽ എന്താണ് കാരണമെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അത് ഇല്ലാതെയാക്കാനുള്ള എല്ലാ ശ്രമവും പ്രോസിക്യൂഷൻ ഭാഗത്തുണ്ടാവും. അത് ഈ കേസിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്രതികള് നിരന്തരമായിട്ട് സാക്ഷികളെ വിളിച്ചിരുന്നു എന്നതിന്റെ തെളിവുകൾ അതെല്ലാം ഈ കേസിൽ വളരെ നിർണായകമാകുമെന്ന് തന്നെയല്ലേ കരുതുന്നത്? അല്ല, അത് തീർച്ചയായിട്ടും അതിൽ പ്രതികൾ ഈ സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ലെന്നും അത് സ്വാധീനിച്ചത് അവരുടെ ഒരു സബ്സിക്വൻറ്റ് കോണ്ടാക്റ്റിൻ്റെ ഭാഗമായിട്ട് എടുക്കാം എന്നുള്ള ഒരു തീരുമാനം വന്നത് ഈ കേസിലാണ്. അത് അവർ ചാലഞ്ച് ചെയ്യുകയും ചെയ്തു. ഹൈക്കോടതിയിൽ ചാലഞ്ച് ചെയ്യപ്പെട്ട ഒരു സംഭവമാണ്. ഹൈക്കോടതി പിന്നീട് ഈ ചാലഞ്ച് ചെയ്തപ്പോഴും ഈ പറഞ്ഞിട്ടുള്ള രേഖകൾ, അതായത് അവർ കോള് വിളിച്ചിട്ടുള്ള രേഖകളൊക്കെ കേസിലേക്ക് മാർക്ക് ചെയ്യാമെന്നും തെളിവായിട്ട് സ്വീകരിക്കാമെന്നും ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ പുറകിൽ വീണ്ടും രണ്ടാമത് പ്രോസിക്യൂഷൻ ആ സാക്ഷികളെ വിസ്തരിച്ച് ആ ഡാറ്റ മുഴുവൻ ഈ കേസിലേക്ക് കയറ്റിയിട്ടുണ്ട്. സാക്ഷികൾ അതുപോലെ ഹോട്ടലിൽ താമസിച്ചതും ഒക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ഈ ഒരു ഘട്ടത്തിൽ ഇപ്പം താങ്കളൊരു നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ തന്നെ ഈ നിരന്തരം കൂറുമാറുന്നു. അതോടൊപ്പം തന്നെ തെളിവുകളും നമുക്കിപ്പോൾ പ്രോസിക്യൂഷൻ സ്വാഭാവികമായിട്ട് പോലീസ് ഹാജരാക്കുന്ന തെളിവുകളാണല്ലോ നമ്മളാക്കുന്നത്. അതെല്ലാം വളരെ കൃത്യമായി തന്നെ ഈ കേസിനെ അനുകൂല വിധിയിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ തന്നെയാണ് എന്ന് തന്നെയാണ്. അല്ല, തീർച്ചയായിട്ടും ഇത് ഈ കേസിനെ സംബന്ധിച്ച് ഒരു സംശയം പോലും ഇല്ലാത്ത തരത്തിൽ അതിലുള്ള മെഡിക്കൽ എവിഡൻസ്, ഡിജിറ്റൽ എവിഡൻസ്, പോരാത്തതിന് സാക്ഷികളുടെ മൊഴികളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇത് പല ഭാഗങ്ങൾ, ഇത് 3 ഘട്ടമായിട്ടാണ് ഈ കേസിൻ്റെ സത്യത്തിലുള്ള ഈ പ്രൊസീജിയർ നടക്കുന്നത്. ഒന്ന് മധുവിനെ കാട്ടിൽ നിന്ന് പിടിക്കുന്ന ഇവർ കാട്ടിൻ്റെ ഉള്ളിലേക്ക് പ്രതികൾ കയറിപ്പോകുന്നൊരു ഭാഗം, പിന്നെ നടക്കുന്ന കുറച്ച് ആക്ടുകൾ നടക്കുന്നത് കാട്ടിൻ്റെ ഉള്ളിലാണ്. ആണ്ടിയളച്ചാൽ എന്ന് പറയുന്ന ആ ഭാഗത്ത് ആണ് നടക്കുന്നത്. അവിടെ നടക്കുന്നതിന് സാക്ഷികളുണ്ടാവില്ല ഇൻ സെൻസ് അത് കാടാണ്. പോയിട്ടുള്ളത് പ്രതികളും ഉണ്ടായിരുന്നു മധുവും മാത്രമാണ്. അവിടെ വേറെ ഒരു ഔട്ട്സൈഡർ ഒരു സാക്ഷിയായിട്ട് ഇവരെന്ത് ചെയ്തിരുന്നു എന്നുള്ളത് കാണാനുണ്ടാവില്ല, അല്ലെങ്കിൽ അത് കണ്ടു പറയാൻ ആളും ഉണ്ടാവില്ല. പിന്നെയുള്ളത് ഈ പ്രതികൾ തന്നെ അവരുടെ മൊബൈലിൽ എടുത്തിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇവരവിടെ പോയതിനും ഇവർ മധുവിനെ പിടിച്ചതിനും അവിടെ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസിലുള്ള കുറച്ച് ഭാഗങ്ങൾ. എല്ലാ ആക്ടിവിറ്റിയും അവർ തീർച്ചയായിട്ടും മൊബൈലിൽ പകർത്തി തന്നെ കുറേ അവർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ആ സാധനം കൃത്യമായിട്ട് കോടതിയിൽ കൊണ്ടുവരാനും അവതരിപ്പിക്കാനും അതിൻ്റെ സാങ്കേതികത്വം ഡിജിറ്റൽ എവിഡൻസിലുള്ളത് മാറ്റി അത് കൃത്യമായിട്ട് എടുക്കാൻ പറ്റും എന്നുള്ളത് ബോധിപ്പിക്കാനും പ്രോസിക്യൂഷൻ സാധിച്ചിട്ടുണ്ട്. അത് ആത്മവിശ്വാസം പോരുന്നൊരു സംഭവമാണ്. വനം വകുപ്പ് ജീവനക്കാർ പക്ഷേ പലരും കൂറുമാറുന്നൊരു സാഹചര്യമുണ്ടായി. അല്ല, വനം വകുപ്പ് ജീവനക്കാരിൽ 4ഓളം പേരാണ് മൊത്തം കൂറുമാറിയത്. അവരുടെ കാര്യത്തിൽ അവരെല്ലാവരും തന്നെ ഈ പ്രതികളുമായി വളരെ അടുത്ത ബന്ധം ഉള്ള ആളുകളാണ്, അല്ലെങ്കിൽ അവരുടെ സ്വാധീനത്തിന് വഴങ്ങി ജീവിക്കുന്ന ആളുകളാണ്. അവർ കൂറുമാറിയതിൽ അത്ഭുതമില്ല. പക്ഷേ ഈ സംഭവം കാണാത്ത ഒരാളെ സാക്ഷിയാക്കാൻ പറ്റില്ലല്ലോ. ആ ചുറ്റുവട്ടത്തുണ്ടായിരുന്നതും ആ ദൃശ്യങ്ങളിലും ഉണ്ടായിരുന്ന ആളുകളുമാണ് സാക്ഷി പട്ടികയിലുള്ളത്. വേറെ ആളുകളെ ഈ കേസിലേക്ക് സാക്ഷിയാക്കിയിട്ടേ ഇല്ല. പോലീസിനെ സംബന്ധിച്ചോളം പോലീസ് എന്താണോ അതിലുണ്ടായിരുന്നത്, ശരിക്കും ഉണ്ടായിരുന്ന സാക്ഷികൾ, അവിടെ ഉണ്ടായിരുന്ന ആളുകളിൽ കുറച്ച് പേരെ സെലക്ട് ചെയ്തിട്ടാണ് സാക്ഷി പട്ടികയിൽ ചേർത്തിട്ടുള്ളത്. എന്തായാലും ഇനിയിപ്പം 30-ാം തീയതി കേസ് കോടതി പരിഗണിക്കുമ്പോൾ വിധി ഉണ്ടാകുമെന്ന് നമുക്ക് അനുകൂലമായ വിധി മുഴുവൻ പ്രതികളും ശിക്ഷിക്കപ്പെടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. അല്ല, അത് കോടതിയാണ് തീരുമാനിക്കുക. പ്രോസിക്യൂഷൻ സംബന്ധിച്ച് പ്രോസിക്യൂഷന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ ലിമിറ്റേഷൻ വെച്ചിട്ട് ഞാനത് എൻ്റെ കഴിവിൻ്റെ പരമാവധി എല്ലാ ഇതും എടുത്ത് അതിൽ പ്രയത്നിച്ചിട്ടുണ്ട്. നല്ലൊരു റിസൾട്ട് ഉണ്ടാവട്ടെ. ആ കാര്യത്തിൽ ഞാൻ പൂർണ്ണ തൃപ്തനാണ്. അതാണ് അദ്ദേഹം പറയുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേസിലെ ഓരോ ഘട്ടങ്ങളിലും നമ്മളും ഇതിന്റെ റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ ഓരോ ഘട്ടങ്ങളിലും നമ്മളും അറിഞ്ഞിരുന്നതാണ്. കാരണം സാക്ഷികൾ കൂട്ടത്തോടെ കൂറുമാറുമ്പോൾ അതെങ്ങനെ തടയാം എന്നെ സംബന്ധിച്ച് നിയമപരമായി അതിന്റെ എല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ കേസിലെ കോടതിക്ക് മുമ്പാകെ ഹാജരാക്കേണ്ട എല്ലാ തെളിവുകളും കൃത്യമായി ഹാജരാക്കുകയും അതോടൊപ്പം തന്നെ കൂറുമാറ്റം തടയാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും എല്ലാം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് പബ്ലിക് പ്രോസിക്യൂട്ടറായ രാജേഷ് മേനോൻ, അതോടൊപ്പം തന്നെ മധുവിന്റെ കുടുംബവും. നമുക്ക് കാത്തിരിക്കാം വിധിക്കായി. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ബിശ്ശേരി, ന്യൂസ് 18. ഏതായാലും ഇത് ഒരുപാട് സാക്ഷികൾ, ഇതുമായി ബന്ധപ്പെട്ട സാക്ഷികൾ നിരവധി പേർ അപ്രതീക്ഷിതമായി കൂറുമാറുന്നു. പബ്ലിക് പ്രോസിക്യൂട്ടർമാർ മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഓരോ ഘട്ടത്തിലും, വിചാരണയുടെ ഓരോ ഘട്ടത്തിലും വലിയ അട്ടിമറി നടന്ന ഒരു കേസിന്റെ വിധിയാണ് നാളെ പ്രഖ്യാപിക്കപ്പെടുന്നത്. സ്വാഭാവികമായും പ്രോസിക്യൂട്ടർ പറയുന്നത് പോലെ അദ്ദേഹത്തിന് ആത്മവിശ്വാസമുണ്ട്. തെളിവുകൾ കൃത്യമായി കോടതിയെ ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്, ദൃശ്യങ്ങളുണ്ട്. ഇതൊക്കെ ഈ കേസിലെ പ്രതികൾക്ക് അർഹമായ ശിക്ഷ കിട്ടാൻ
ഉള്ള സാഹചര്യം ഒരുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ? തീർച്ചയായും എന്തായാലും 16 പ്രതികൾക്കും ശിക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആയാലും മധുവിന്റെ കുടുംബമായാലും പങ്കുവയ്ക്കുന്നത്.